നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനും അമ്മയും ക്ഷണിക്കുന്നത് കളങ്കമില്ലാതെയാ. മക്കളെയും അവരുടെ സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നേ ഉള്ളൂ. എന്നാ നമ്മുടെ മനസ്സില് കള്ളത്തരം കിടക്കുക. ഞാനും ആരതിയും അവരുടെ മക്കളെ വിവാഹം കഴിച്ചിരിക്കുക. അത് മറച്ചുവെച്ച് പെരുമാറുക എന്ന വലിയ പ്രോബ്ലം ഉണ്ട് നമ്മുടെ മുമ്പില്. അതെ, ഏട്ടത് പറഞ്ഞ ശരിയാ. ഞാൻ അനുഭവിച്ചതാ. എല്ലാം ഒന്നും മറച്ചു വെക്കാനും അതിനനുസരിച്ച് നിൽക്കാനും. അച്ഛനും അമ്മയും അത്ര മോശമൊന്നും അല്ലല്ലോ. എന്തെങ്കിലും ഒരു സംശയം തോന്നിയാ അത് ചെകഞ്ഞ് പിടിക്കാൻ നല്ല വൈദഗ്ധ്യമാ. അവരുടെ അടുത്തേക്ക് ചെന്ന് കയറി കൊടുത്താലേ എല്ലാം സെക്കൻഡ് വെച്ച് പൊളിച്ചടുക്കി തരും. എനിക്ക് നാട്ടിൽ വരെ പോയാൽ കൊള്ളാമെന്ന് സത്യമായിട്ട് ആഗ്രഹമുണ്ട്. ആരെയൊക്കെ കൊണ്ടുപോയാലും നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ലാത്തത്. ആരെ കൂടെ പോയാലും തന്റെ കൂടെയാ വരാൻ പാടില്ലാത്തത്. ഇനി അതും പറഞ്ഞ് അടി തുടങ്ങിക്കോ രണ്ടുപേരും കൂടി. എന്തായാലും എനിക്ക് ക്ഷണമില്ലാത്തത് ആശ്വാസമായി. അതൊന്നും നോക്കണ്ട, പോവുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച്. അല്ല വലിയേട്ടാ, നമ്മളെല്ലാരും പോയി കഴിയുമ്പോഴേ ഒറ്റയ്ക്കായി എന്നുള്ളൊരു സങ്കടം ഈ കുട്ടിക്ക് വേണ്ടല്ലോ. അതിന് ആരും സങ്കടമൊന്നും പറഞ്ഞില്ലല്ലോ. അതല്ലല്ലോ പ്രസാദേ പ്രധാന കാര്യം. നിങ്ങൾക്കെല്ലാം നാട്ടിൽ പോണം, കൂടെ ഇവരെയും കൊണ്ടുപോയി ഉത്സവം കാണിക്കണം. അതിനുള്ള വഴിയല്ലേ ആലോചിക്കേണ്ടത്. വഴിയൊന്നേ ഉള്ളൂ. അച്ഛനും അമ്മ ഇവിടെ വന്നപ്പോ എല്ലാരും കൂടി കളിച്ച നാടകം അവിടെ നാട്ടിലും ചെന്ന് കളിക്കണം. പറഞ്ഞത്ര എളുപ്പമാണോ ചെയ്യാൻ? അതാ ആലോചിക്കേണ്ടത്. ഇവിടെയാകുമ്പോ നമുക്ക് ഓടി ഒളിക്കാൻ സ്വന്തം മുറിയെങ്കിലും ഉണ്ട്. അവിടെ അച്ഛന്റെ വകയാ വീടും സ്ഥലവും എല്ലാം. അടി വീഴുമ്പോ ശക്തി കൂടും. നിങ്ങൾക്ക് അടി കിട്ടും, കള്ളം പൊളിയും എന്നിങ്ങനെ പല പേടികളല്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ തന്നെ ഈ കള്ളം പൊളിച്ചാലോ? അച്ഛനും അമ്മയും സത്യങ്ങളെല്ലാം നിങ്ങളുടെ നാവുന്ന് തന്നെ അറിഞ്ഞാലോ? ആരെങ്കിലും ഓടുന്ന ട്രെയിൻ മുമ്പിൽ ചെന്ന് കയറി കൊടുക്കുവോ പുഷ്പം ചേട്ടാ? എത്ര കാലം ഈ കള്ളത്തരങ്ങൾ പൊളിക്കാതെ സൂക്ഷിക്കോ അത്രയും നല്ലത്. അതെ. ഇവരുടെ കാര്യം അറിഞ്ഞ അടുത്തതായി നമ്മുടെ കാര്യത്തിലാ പിടി വീഴുക. ഇവരാ നമ്മുടെ മതില്. പറയുമ്പോ അബദ്ധമാണെന്ന് തോന്നുന്നു. എന്നാലും എന്റെ മനസ്സിലുള്ളത് പറയുന്നത്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി അച്ഛനോടും അമ്മയോടും പറയുക എന്നുള്ളത് തന്നെയാ. അഞ്ജലിയും ആരതിയെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അച്ഛനും അമ്മയും പറയാൻ കാരണം എന്താ? എന്താ ആരതി? ഇവിടെ വന്നപ്പോ അച്ഛനും അമ്മയ്ക്കും എന്നോട് വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് വിളിച്ചതാവും. അഞ്ജലിയെ വിളിക്കാൻ എന്തായിരിക്കും കാര്യം? അതും ഇഷ്ടം കൊണ്ട് തന്നെയാവും. എന്നോടും സ്നേഹത്തോടെയാ സംസാരിച്ചിട്ടുള്ളത്. അഞ്ജലിയും ആരതിയും അവർക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യത്തിൽ പ്രസാദിനോ മുരളിക്കോ സംശയം വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്കും ഇല്ല. മനസ്സുകൊണ്ട് അവർക്കിഷ്ടമുള്ള രണ്ട് പെൺകുട്ടികളെ തന്നെയല്ലേ അവർ നിങ്ങൾക്ക് വധുക്കളായി കണ്ടെത്തുക. അത് അഞ്ജലിയും ആരതിയും ആയാലും തെറ്റൊന്നുമില്ല. അല്ല, നമുക്ക് വെറുതെ പറയാന്നല്ലേ ഉള്ളൂ. നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. സത്യം സത്യമായിട്ട് ഞാൻ ഇത്തവണ അവരോട് പറയും. നിങ്ങളും ഈ ബന്ധങ്ങളിൽ ഉറച്ചു നിൽക്കുക. അച്ഛനും അമ്മയും എല്ലാം അംഗീകരിച്ച് ആശീർവദിക്കും. ഉറപ്പ്. പുഷ്പം ചേട്ടാ, ആരതിയുടെ മുരളിയുടെ കാര്യം പറഞ്ഞോളൂ. പക്ഷെ ഞങ്ങളുടെ കാര്യം പറയാൻ നിൽക്കണ്ട. അത് വേണ്ട. പൊട്ടിക്കുമ്പോ വെടികളെല്ലാം ഒരുമിച്ച് പൊട്ടിക്കണം, എന്നാലേ ഒരു ഗുമ്മുണ്ടാവും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്തവണ എല്ലാ സത്യങ്ങളും പൊട്ടിച്ചിരിക്കും. ഇത് സത്യം സത്യം സത്യം. നാളെ നാട്ടിൽ ചെല്ലുമ്പോ എന്റെ ആദ്യത്തെ ജോലി ഇതായിരിക്കും. പ്രസാദിന്റെ കൈപിടിച്ച അഞ്ജലിയെയും മുരളിയുടെ കൈപിടിച്ച ആരതിയെയും തറവാട്ടിലേക്ക് വലത് കാൽ വെച്ച് കയറ്റുക. ഇതിപ്പോ നമ്മൾ കുടുങ്ങിയല്ലോ. ഒന്നും കുടുങ്ങാനില്ല. ഞാൻ വരുന്നില്ല നാട്ടിലേക്ക്. തീർന്നല്ലോ പ്രശ്നം. ആരെങ്കിലും കളിയാക്കിയ നീ അത് നിർത്തുവോ? ഇല്ലല്ലോ. അവനൊക്കെ കളിയാക്കാൻ വരട്ടെ, തല കൊയ്യും അപ്പ തന്നെ. എങ്കിൽ അതേ വാള് തന്നെ എടുത്തു വെച്ചാ മതി. പൂജയുടെ പേരിൽ കളിയാക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കാം.
നോക്ക്, ഇത് നിസ്സാര കാര്യമാണെന്ന് നിനക്ക് തോന്നരുത്. മുൻപ് എപ്പോഴൊക്കെ പ്രശ്നം വെപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അച്ചട്ടായി തീർന്നിട്ടുണ്ട് എന്ന കാര്യവും മറക്കാൻ പാടില്ല. ഈ കഷ്ടകാലം പൂജ നടത്തിയ തീരുമെന്നാണോ? എന്നിട്ട് നാളെ മുതല് ഞാൻ ഒന്നും ചെയ്യാതെ കൈയും കെട്ടി ഇവിടെ ഇരിക്കാം. അപ്പൊ ഭഗവാൻ നേരിട്ട് കൊണ്ടുവന്ന് തരോ എന്റെ രാധേ? കളിയാക്കരുത്. താൻ പാതി ഈശ്വരൻ പാതി എന്ന. നിന്റെ പകുതി നീ തന്നെ ചെയ്യണം. എന്നാലേ ഈശ്വര കടാക്ഷത്താൽ അവളെ നിനക്ക് തന്നെ കിട്ടൂ. സാറിന്റെ ആയുർബലത്തിനെ പോലും ശനി അപഹരിക്കണമെന്നോ മറ്റോ ആണ് പറഞ്ഞത്. എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാ ഒരുക്കങ്ങളും ഞാനും മണിച്ചനും കൂടി നടത്തിക്കോളാം. നീ വെറുതെ വന്ന് നിന്ന് തന്നാ മതി. ശരി, എന്നാ ഈ പൂജ നടത്താൻ പറയുന്ന അയാള് നാളെ തന്നെ നടത്താനും ജോത്സ്യർ തയ്യാറാ. പക്ഷെ ഇത് നടത്തണമെങ്കിൽ നമ്മളൊന്ന് തൃപ്പങ്ങോട്ടേക്ക് പോണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തൃപ്പങ്ങോട്ടോ? അതെന്തിനാണെന്ന് മനസ്സിലായില്ല. സമസ്ത പൊരുത്തവും ഒത്തുവരുന്ന ദമ്പതികൾ വേണ്ടേ പൂജയ്ക്ക്? ഇവിടെ അങ്ങനെ ആരിയ്ക്കുന്നു നമ്മുടെ പരിചയത്തില്? അത് ശരിയാ. ഈ നാട്ടിൽ കപ്പിൾസിനെയൊക്കെ കിട്ടാൻ വലിയ പാടാ. ആ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. നീ പൂജ നടത്താന്ന് സമ്മതിച്ചാൽ നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോവാം. അടുത്ത ദിവസം പൂജ റെഡി. എന്തു പറയുന്നു? ദമ്പതികൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിലോ? നാളെ തന്നെ പൂജ നടത്താൻ സാധിക്കോ? സംശയം എന്താ? എങ്കിൽ നാളെ തന്നെ പൂജ നടക്കട്ടെ. ഞാൻ ഏർപ്പാട് ചെയ്തോളാം ദമ്പതികളെ. ശരി, എങ്കിൽ നാളെ തന്നെ പൂജ നടത്താന്ന് തീരുമാനിക്കുന്നു. അല്ല, ആരാ ഈ ദമ്പതിമാര്? അത് പറഞ്ഞില്ലല്ലോ. അമ്മ ഇവന്റ്സിലെ പ്രസാദും അയാളുടെ ഭാര്യ അഞ്ജലിയും. രണ്ടുപേരും സൂപ്പർ ഭാര്യ ഭർത്താക്കന്മാരാ. ഞാനൊന്ന് പറഞ്ഞ അയാളും ഭാര്യയും വരും. അക്കാര്യം ഞാൻ ഏറ്റു. ശരി, എങ്കിൽ ബാക്കി കാര്യം ഞങ്ങളും ഏറ്റു. മണിച്ച, ജോൽസിനെ വിളിച്ച് പൂജ നടത്താന്ന് പറയും. അവർക്ക് തയ്യാറെടുപ്പുകൾ നടത്താനുള്ള സമയം കിട്ടട്ടെ. നീ കൂട്ടുകാരനെ വിളിച്ച് പറ, നാളെ ഭാര്യയും കൂട്ടിക്കൊണ്ട് കൃത്യസമയത്തെത്താൻ. അത് ഫോണിൽ പറഞ്ഞാ പോരാ, ഞാൻ തന്നെ നേരിട്ട് ചെന്ന് ക്ഷണിക്കാം അവരെ. അവര് വാക്ക് മാറ്റിയാലോ? ഏയ്, കാര്യം സമ്മതിച്ചു കഴിഞ്ഞാ അണുവിട മാറാത്ത സ്വഭാവമാണ് നമ്മുടെ പ്രസാദിന്. എനിക്ക് തീർച്ചയുണ്ട് അവര് വരും. മണിച്ച, രാവിലെ തന്നെ നമ്മൾ പ്രസാദിന്റെ വീട്ടിലേക്ക് പോകുന്നു. അയാളെയും ഭാര്യയും അച്ചൂട്ടനെയും കൂടെ കണ്ട് നമ്മൾ വിവരം പറയുന്നു. വേണമെങ്കിൽ പൂജയ്ക്ക് അവനെയും കൊണ്ടുവരട്ടെ, അല്ലേ? ആരൊക്കെ വന്നാലും ഒരു കുഴപ്പമില്ല. പൂജ നന്നായിട്ട് നടന്നാ മതി. ഭഗവാനെ. അമ്മേ, നടക്കൂ അമ്മേ. പ്രസാദും കുടുംബവും ഇവിടെ വരും. പൂജ നടക്കും. നമുക്ക് വേണ്ടി. എന്റെ ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.